Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചിരുന്നോ? വായിച്ചായിരുന്നു മിസ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ടോപ്പിക്കാണ്, പക്ഷെ നമ്മള് എന്താ പറയാ കുറച്ചും കൂടി എടുത്താലേ നിങ്ങള് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമായിരിക്കും. എനിവേ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഇപ്പൊ ചോദിക്കാമോ? ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് പഠിപ്പിച്ച് നിർത്തിയത്? പ്രധാനമായിട്ടും എന്താണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട്പേഷ്യൻ സെക്രട്ടറി, അതേപോലെ തന്നെ എന്താണ് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി, അല്ലെ? അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലാണെങ്കിൽ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റാഫിന്റെയും കൂടി പങ്ക് വളരെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവരില്ലാതെ തന്നെ അവിടുത്തെ മെഡിക്കൽ അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനം മാത്രം അവരുടേതായിട്ടുള്ള പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ, അല്ലെ? അപ്പോ നമ്മള് ഇതിലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പൊതുവെ വരാനുള്ളത്. അതായത് ഭൂക്കളക്കിൽ ഏതൊരു പോയിന്റ് എടുത്തിട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്താ മെഡിക്കലുമായി ബന്ധപ്പെട്ട അല്ലെ, അവിടെ എന്താ പറയാ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്, അല്ലെ? അതൊക്കെ മെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഹൂ എൻഷുർ എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഹൂ എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടർ, അപ്പൊ നമുക്കറിയാം ആരാണ് മെഡിക്കൽ സെക്രട്ടറി, അല്ലെ? അതേമാതിരി തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണെങ്കിൽ നമുക്കറിയാം ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും കോർഡിനേറ്റിംഗ്, അല്ലെങ്കിൽ ഫോൺ കോളുകളൊക്കെ വിളിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെയിൻ ഡ്യൂട്ടിയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ. അതേസമയം മെഡിക്കൽ എന്ന് പറയുമ്പോൾ മെഡിക്കലുമായി ബന്ധപ്പെട്ട അല്ലെ, അങ്ങനെ എന്താ പ്രത്യേകമായിട്ട് നിങ്ങൾ എടുത്ത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഓവറോൾ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ്, അല്ലെ? അതിപ്പോ സ്റ്റാഫ് ആവാം, അതേപോലെ തന്നെ ബിൽഡിങ്ങിന്റെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും പ്രൊപ്പോർഷൻസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നാവാം, അല്ലെങ്കിൽ അവിടെയുള്ള പേഴ്സൺസിന് ട്രെയിനിങ് കൊടുക്കുക, അല്ലെ? ഓവറോൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു ടീമായിരിക്കും എന്താ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളത്. അപ്പൊ അത്രയും കാര്യം ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, എന്നാലും മെയിനായിട്ട് നമുക്ക് ടെസ്റ്റിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കാണാറുള്ളതൊക്കെ. അപ്പൊ മസ്റ്റ് ആയിട്ട് അതൊക്കെ നോട്ട് ചെയ്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം ജോബ് സമ്മറി ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ, കുറച്ച് പോയിന്റ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെഡിക്കൽ സെക്രട്ടറിയുടെ കഴിഞ്ഞ കുറിച്ചുള്ളത് ഔട്ട് പേഷ്യന്റ് കൗൺസിലറിന് മുമ്പ് തന്നെ സെക്രട്ടറിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. അതായത് എക്സിക്യൂട്ടീവ്, അല്ലെ? ജോബ് സമ്മറി ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് plays an important role in supervising the operation of the outpatient department in the hospital. നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ, അവിടെ പ്രത്യേകമായിട്ട് വന്ന് ചികിത്സിച്ച് പോകുന്നവർ, അല്ലെ? അവർക്ക് പ്രത്യേകമായിട്ട് അവർ വരുന്നതനുസരിച്ചിട്ടുള്ള രീതിയിൽ ഡോക്ടറിനെ അല്ലെ കാണാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട നടപടികളുണ്ട്, അല്ലെ? അപ്പൊ ഫസ്റ്റ് നമുക്ക് മനസ്സിലാകാം മാനേജിങ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെയൊക്കെ എന്താണ് മാനേജ് ചെയ്യുക, അല്ലെ? ഒരു കൺട്രോളിംഗ് പവറിൽ ആരും ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെ? അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ആരായിരിക്കും? എക്സിക്യൂട്ടീവ് ആയിരിക്കും. ദെൻ മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്, നമുക്കറിയാം അല്ലെ? അവിടെ പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളെല്ലാം അത് കൃത്യമായിട്ട്, അല്ലെ? ഇൻ കേസ് നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ നമ്പർ വെച്ചിട്ടായിരിക്കും, അതിന്റെ നമ്പർ വെച്ചിട്ട് തന്നെയായിരിക്കും അവര് വരുന്നത്. അതനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡ്സുകളെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതേമാതിരി തന്നെ എന്താണ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. നമുക്കറിയാം അവിടെ ഒരിക്കലും ഒരു ലാഗ്, അല്ലെ? ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെ? അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോർഡിനേറ്റ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്.
അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല അല്ലെ, പ്രത്യേകിച്ച് നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടെയൊക്കെ സേവനങ്ങൾ ആവശ്യമായിട്ട് വരാം. അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങളുമായിട്ട് ഇപ്പൊ ചിലപ്പോണെങ്കിൽ നമ്മളിപ്പോ ഒരു ഡയഗ്നോസിസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോണെങ്കിൽ എന്താണ് എന്തെങ്കിലും എക്സ്റേ എടുക്കണമെന്നോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ആവശ്യമായിട്ട് വരാം. അതല്ല എങ്കിൽ ലാബിലേക്ക് പോകണ്ട അല്ലെ, അയക്കുന്നുണ്ടാവും. അപ്പൊ ഇൻ കേസ് ഇവിടെ ഇന്ന പേഷ്യന്റ് അവിടേക്ക് ചിലപ്പോണെങ്കിൽ കാലതാമസം ഉണ്ടായിരുന്നു അല്ലെ, പേഷ്യന്റിനെ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം അതിന്റെ ആ പേഷ്യന്റ് വന്നു പോകുമ്പോൾ തന്നെ അതിൻ്റെതായ അല്ലെ, മിക്കവാറും അഡ്മിഷന് മുമ്പ് തന്നെയുള്ള വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഔട്ട് പേഷ്യന്റ് ആവുന്നത് അല്ലെ. അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ആ വ്യക്തിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? എക്സിക്യൂട്ടീവ് ആയിരിക്കും. എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വരികയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെയാണ്. മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. ഓക്കെ, നമുക്കറിയാം ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ ഏറെ കുറവുകളൊക്കെ എന്തെങ്കിലും ബഡ്ജറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെ, ഇൻ കേസ് അഡ്മിഷൻ ആണെങ്കിൽ മതിയായ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ബഡ്ജറ്റിംഗ് കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാക്കേണ്ടതും അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കേണ്ടതും ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ പുതിയ പുതിയ പോളിസികളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കോവിഡ് സമയത്തൊക്കെ പ്രോട്ടോകോൾസ് ഒക്കെ വളരെയധികം വ്യത്യസ്തമായിരുന്നു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പേഷ്യൻസിന് എന്താണ് ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പുതിയത് രൂപീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. Then ensuring the smooth functioning of the outpatient department അല്ലെ. അവിടെ എപ്പോഴും പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കണം, അവിടുത്തെ കാര്യങ്ങൾ അല്ലെ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ഫ്ലോ അല്ലെ ആ ഒരു പരിശോധന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരിക്കലും ഒരു ഡിലേ വരാതിരിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ഉറപ്പുവരുത്തുന്നത് ആരായിരിക്കും? എക്സിക്യൂട്ടീവ് ആയിരിക്കും. Then supervising appointment scheduling for different consultants. ഓക്കെ, നമുക്കറിയാം എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ചിലപ്പോൾ ഡോക്ടേഴ്സിനെ ഇൻ കേസ് ഒരു പേഷ്യന്റിനെ ചിലപ്പോൾ ആണെങ്കിൽ ഫിസിഷ്യനെ കാണുമ്പോഴായിരിക്കും കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ ഇൻ കേസ് അല്ലെ ഡോക്ടർ ചിലപ്പോൾ എനിക്ക് പോയിട്ടുണ്ടോ അല്ലെ, അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു പറയും എക്സിക്യൂട്ടീവിനോടൊന്ന് അല്ലെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക, അവര് അറേഞ്ച് ചെയ്ത് തരും ഇൻ കേസ് പോകാൻ സമയമാണോ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ അല്ലെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വിസിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള കൺവെൻഷനൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് ആയിരിക്കും. Then checking the doctors working conditions. ഓക്കെ, വർക്കിംഗ് കണ്ടീഷൻസ് ഡോക്ടേഴ്സിന്റെ ആ ഒരു സമയക്രമങ്ങളെല്ലാം അല്ലെ ആ സമയത്തിന് തന്നെ പേഷ്യൻസിന് ഒരു ഡിലേയും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്. ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഓക്കെ, നമുക്കറിയാം പേഷ്യന്റ് അല്ലെ അവര് സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് വിവരങ്ങളൊക്കെ അല്ലെ കൃത്യമായിട്ട് അവരുടെ എന്തെങ്കിലും ഫീഡ്ബാക്കുകളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ശേഖരിക്കുക. അത് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്. ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. നമുക്കറിയാം പേഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകളും അല്ലെ ഫീഡ്ബാക്ക് ഒക്കെ അറിയുമ്പോൾ അവര് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബോധിപ്പിക്കും അല്ലേ, ബോധിപ്പിക്കില്ലേ? ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് അറിയിക്കൂലേ? ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ അറിയിക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം മാനേജറിനെ ബോധ്യപ്പെടുത്തുന്ന ആരായിരിക്കും? എക്സിക്യൂട്ടീവ് ആയിരിക്കും അല്ലെ. നേരിട്ട് അവരുടെ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ മാനേജറിനെ അറിയിക്കാനൊക്കെ ഉള്ള അധികാരം ഉണ്ടാവില്ല. അപ്പൊ എക്സിക്യൂട്ടീവ് ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് മാനേജറിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ആസ് ഗ്രീറ്റിംഗ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. നമുക്കറിയാം അല്ലെ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ വിശ്വസ് അല്ലെ അവരെ വെൽക്കം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വിസിറ്റേഴ്സിനെ ആണെങ്കിലും നല്ല രീതിയിൽ വിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നത് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഡയറക്റ്റിംഗ് ദം ടു അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. ഓക്കെ, നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അല്ലെ മൊത്തത്തിലെ ഔട്ട് പേഷ്യന്റിന് എന്തൊക്കെയാണ് ആവശ്യകതകളുള്ളത്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ടാവാം, ടെക്നീഷ്യന്റെ സഹായം ചിലപ്പോൾ ആവശ്യമുണ്ടാവാം,
ഇനി അതായത് നമുക്കറിയാം അവരുടേതായിട്ടുള്ള അല്ലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ലാബിന്റെ ടെക്നീഷ്യൻസിന്റെ ആവശ്യമായിട്ടുണ്ടാവാം. ഒരുപക്ഷെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടേണ്ടതുണ്ടാവാം. അങ്ങനെ എത്തരത്തിലുള്ള പ്രൊഫഷണലിസം ആണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്ത് അല്ലെ അവിടേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് ആക്കുക അല്ലെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ള രീതിയിൽ ഉള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആയിരിക്കും. പിന്നെ രജിസ്റ്ററിങ് ന്യൂ പേഷ്യൻസ് നോക്കാം. അതായത് പുതിയ പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെയൊക്കെ നമുക്കറിയാം അവിടെ ഓരോ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവരവരുടെ ഡ്യൂട്ടികൾ ഉണ്ടാവും. അതിന് അല്ലെ എക്സിക്യൂട്ടീവ് തലങ്ങളിലെ ഔട്ട് പേഷ്യന്റിന്റേതായിട്ടുള്ള മെയിൻ ഓവറോൾ റോള് എക്സിക്യൂട്ടീവ് തലത്തിൽ തന്നെ അദ്ദേഹം ചെയ്യേണ്ടതുണ്ടാവും. Then taking part in the practice meeting and training courses and ensuring compliance with the health and safety procedures. Okay, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ഇപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഔട്ട് പേഷ്യന്റിന്റെ സുഗമമായ നടത്തിപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടേണ്ടതുണ്ടാവാം. എന്തെങ്കിലും കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ടാവാം. സുരക്ഷാ നടപടിക്രമങ്ങളൊക്കെ ചിലപ്പോൾ പാലിച്ചു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ അത് അല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തതുമാര് തന്നെയാണ് എക്സിക്യൂട്ടീവ് ആവാനുള്ള വ്യക്തിയാണ്. then എന്താണ് ഫർദർ മോർ the outpatient department executive is accountable for checking that everything in the outpatient department area is in correct place and ensuring that there are no items left over by the previous shift receptionist. Okay, നമുക്കറിയാം ഓരോ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ കഴിയുമ്പോഴും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അടുത്ത ഡ്യൂട്ടിക്ക് അല്ലെ അടുത്ത പേഴ്സൺ അപ്പോയിന്റ്മെന്റ് വരുന്നു, അവരുടെ ഡ്യൂട്ടി ചെയ്യും അല്ലെ. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കൈകാര്യം ചെയ്ത് ഐറ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള കൈകാര്യം ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ള ഒരു ഓവറോൾ സൂപ്പർവിഷൻ അല്ലെ. ഇതിന് അധികാരപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ആരായിരിക്കും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? കറക്റ്റ് പ്ലേസിലാണോ വെച്ചിരിക്കുന്നത് എന്നും അല്ലെങ്കിൽ പ്രത്യേകം ഓരോ ഐറ്റംസ് ഒന്നും ആരെയും വെച്ചിട്ടില്ല എന്നപ്പോൾ ഉറപ്പ് വരുത്തുക അല്ലെ. ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്ന റിസപ്ഷനിസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോന്ന് അറിയാനാണ് നമ്മളിങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ഒന്നുമില്ല അല്ലെ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി പോകുന്ന പോയിന്റ്സ് ആണ്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഓർത്ത് വെക്കുക, ഇങ്ങനെ ഡ്യൂട്ടീസുകളൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. Then the direct patient to the payment counter to make their case paper, ensuring a smooth and efficient process. Okay, നമുക്കറിയാം പേഷ്യന്റിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അല്ലെ, കേസ് പേപ്പർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ സ്മൂത്ത് ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. എഫിഷ്യന്റ് ആയ പ്രോസസ് എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ടുള്ള നടപടിക്രമങ്ങൾ വഴി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അത് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. Then overall the outpatient department executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing cost and regulatory compliance. Okay, നമുക്കറിയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അധികം അല്ലെ മൊത്തത്തിലുള്ള ചുമതല ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിലുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരു വലിയ ഓവറോൾ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിനുള്ളത് അല്ലെ. അപ്പൊ അവിടെ ഒരു പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതേമാതിരി തന്നെ അത്തരത്തിലുള്ള ആ ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യൻസി അല്ലെ കാര്യക്ഷമമായിട്ട് നല്ല എഫക്റ്റീവായിട്ട് അല്ലെ ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി കെയർ ടു പേഷ്യന്റ്, നല്ല രീതിയിലുള്ള സേവനമാണ് പേഷ്യന്റിനെ ലഭ്യമാക്കിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഓൾസോ മാനേജിംഗ് കോസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ റെഗുലേറ്ററി കംപ്ലൈൻസ് അല്ലെ. അവിടെ കോസ്റ്റുകളെല്ലാം അല്ലെ അധിക കോസ്റ്റുകളൊന്നും വരാത്ത തക്കവിധത്തിൽ നമുക്കറിയാം ഓരോരുത്തരും കറക്റ്റ് ആയിട്ടുള്ള അല്ലെ നമ്മൾ നേരത്തെ മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ് അല്ലെ അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിലൊക്കെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും കോസ്റ്റ് അധികമാവാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ആണ് അല്ലെ. അതേമാതിരി തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അല്ലെ കംപ്ലൈൻസ് പ്രോബ്ലംസ് ഒക്കെ നമ്മള് എക്സിക്യൂട്ടീവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമാണ് മാനേജ്മെന്റിനെ ബോധ്യമാക്കുന്നത് അല്ലെ. അപ്പൊ അതെല്ലാം പരിഹരിച്ചു പോകാനായിട്ടുള്ള ഒരു
മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതുമാര് തന്നെയാണ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ എക്സിക്യൂട്ടീവ് ആണ്. ആ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ അത് കൈകാര്യം ചെയ്തു പോകുന്നത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് ആരുടെ മിടുക്കുകൊണ്ടായിരിക്കും? ആരുടെ മിടുക്കുകൊണ്ടാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് അല്ലെ? ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ് ഓവറോൾ ആ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിലേ വരാതെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് റിസപ്ഷനിസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ വെക്കേണ്ടതൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി എന്തെങ്കിലും പുതിയ ബഡ്ജറ്റ് ഒക്കെ നീക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൈകാര്യം ചെയ്ത് കംപ്ലൈൻസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിനെ ശ്രദ്ധയപ്പെടുത്തി അല്ലെ ആ പേഷ്യന്റിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആക്കി അല്ലെ നല്ല ക്വാളിറ്റിയുള്ള വർക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങൾ കൂടി പേഷ്യൻസിന് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം അവൈലബിൾ ആക്കി കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? എക്സിക്യൂട്ടീവിനുള്ളത് അല്ലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിനുള്ളത്. ഓക്കെ അല്ലേ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും പോയിന്റ് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡോക്ടറുടെയും ചോദിക്കാം. സ്പീഡിൽ പോകണ്ടോ? സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഞാനത് സ്പീഡിൽ തന്നെ പോയത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഇനി കൗൺസിലറിന്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. എന്താണ് കൗൺസിലറിന് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, job summary of a patient counselor. A patient counselor, also known as a patient advocate or a patient liaison, is a healthcare professional who works mainly with the patients and their families to extend emotional support, education and advocacy. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് വ്യത്യസ്ത പേരുകളിലെ ഈ പേഷ്യന്റ് കൗൺസിലറിനെ അറിയപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നു, പേഷ്യന്റ് liaison എന്ന് പറയുന്നു. ഓക്കെ, അതായത് പേഷ്യന്റ് കൗൺസിലർ ഇത്തരത്തിലുള്ള പേരുകൾ അറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ is a healthcare professional who works mainly with the patients and their families to extend emotional support, education and advocacy. അതായത് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ അല്ലെ, ഒരു നമുക്കറിയാം പേഷ്യന്റ് ആയിട്ട് വരുന്നവരുടെ കൂടെ വരുന്നവർ വിസിറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവരെ അക്കമ്പനി ചെയ്ത പേഴ്സൺസ് ആണെങ്കിലും എന്താണ് പ്രധാനമായിട്ടും ഉത്കണ്ഠയോടും അല്ലെ പേടിയോടൊക്കെ കൂടിയാണ് ഈ രോഗാവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും എന്താണ് ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ് അല്ലെ, ഒരു വൈകാരിക ബന്ധം നിലനിർത്തി കൊടുക്കാൻ ഒരു പേഴ്സന്റെ ആവശ്യകത ഉണ്ടാവും. അതേമാതിരി തന്നെ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടാവില്ല അല്ലെ, എന്തൊക്കെ ടെസ്റ്റ് ആണ്, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ ഓൾട്ടർനേറ്റീവ് ചേഞ്ച് ചെയ്യാനുള്ള തരത്തിലുള്ള ഇതുകളുണ്ടോ അല്ലെ, മുൻകരുതലുകളുണ്ടോ, നമുക്ക് ഇതിപ്പോ സഡൻലി ചെയ്യേണ്ടതാണോ അല്ലെ, അങ്ങനെ കൃത്യമായിട്ടുള്ള അവയർനെസ് എന്തിനെ കുറിച്ചിട്ട് വേണമെന്ന് അറിയണമെന്നില്ല. സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് അത് ചെയ്യുക എന്ന് പറയുന്നത് പേഷ്യന്റിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ അക്കോമഡേറ്റ് ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ചെയ്തിട്ട് വരില്ല അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം പേഷ്യന്റിന്റെ ആ ഒരു ശാരീരികാവസ്ഥയും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത്
ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും അല്ലെ കോഴ്സുകൾ എന്തെങ്കിലും രീതിയിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് കിട്ടുമോ അല്ലെ, എന്തെങ്കിലുമൊക്കെ കുറവ് ഡിഡക്ഷൻസ് എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെ, ഇതിനൊക്കെ ഇത് തന്നെ ചെയ്താൽ മാത്രം പറ്റുള്ളൂ, ഈ ഒരു ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ ഇതിന് ഉപാധി അല്ലെ, അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നോളജ് അല്ലെങ്കിൽ വൈകാരികമായിട്ട് അവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു ബന്ധം അല്ലെ, ഇതൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്, കൗൺസിലറിനുള്ളത്. അപ്പൊ കൗൺസിലർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ അല്ലെ അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളെയൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക. അഡ്വക്കസി എന്ന് പറയുന്നത് നീതിയോട് കൂടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് പാക്കേജുകളോ കാര്യങ്ങളൊക്കെ അല്ലെ, അവിടെ നീതിപൂർവമായിട്ട് ഇദ്ദേഹത്തിന് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കാനായിട്ട് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ എന്നൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക, വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഷ്യന്റ് കൗൺസിലർ നിർവഹിക്കുന്നത്. The job description of a patient counselor normally includes the following responsibilities. So നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, അത്യാവശ്യം ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് കൗൺസിലറുടെ എന്ന് മനസ്സിലാക്കി വെക്കുക. പേഷ്യന്റിന് സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുക, പേഷ്യന്റിന് എന്തെങ്കിലും വിവരങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക, അങ്ങനെ ഒരു ചാൻസുകൾ ഉണ്ടെങ്കിൽ ലഭ്യമാക്കി കൊടുക്കുക, വൈകാരികമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹം നിർവഹിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ അത് തന്നെ പറയുന്നത് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. Okay. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ആശങ്കകളാണ് അല്ലെ, കൺസേൺസ് അല്ലെ, അത്യാവശ്യം ആശങ്കകളോട് കൂടിയിട്ടായിരിക്കും അവര് പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സ് ഒക്കെ അവിടെ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ അവരെ കേൾക്കുക, ഹിയറിംഗ് എന്ന് വെച്ചാൽ അവരുടെ ആശങ്കകളൊക്കെ എന്താണെന്നുള്ളത് കേൾക്കുക, അവരോട് പൊരുത്തപ്പെട്ട് അല്ലെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദെയർ ഡയഗ്നോസിസ് ഓർ ഇൽനസ്. അതേമാതിരി തന്നെ രോഗനിർണയ കാര്യത്തിലും അല്ലെങ്കിൽ രോഗാവസ്ഥയുടെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീൽ ചെയ്യുക അല്ലെ, അതിന് അവരെ സഹായിക്കുക എന്ന പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളതാണ് നമ്മുടെ പേഷ്യന്റ് കൗൺസിലർ പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ, എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്ലാസ് എടുത്ത് കൊടുക്കാന്നല്ല, അതായത് ഈ പറഞ്ഞ രോഗാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ അറിയേണ്ടതുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അല്ലെ, ഇപ്പൊ സർജറി ചെയ്യണോ അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ ചെയ്യണോ അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ അവിടെ നിന്ന് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് നമുക്കറിയാം ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലൊക്കെ ചിലപ്പോ എന്താണ് അവർക്ക് എന്താണ് അല്ലെ ഒരു മെഡിസിൻ എടുക്കുന്നതിന് പകരം ചിലപ്പോ ആണെങ്കിൽ കീമോ അല്ലെ അങ്ങനത്തെ ഒരു തെറാപ്പിയിലേക്കൊക്കെ പോകേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് കൗൺസിലറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other side of their care. Okay, നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രോഗനിർണയ കാര്യത്തിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അതർ സൈഡ് അല്ലെ ഇൻ കേസ് ചില കാര്യങ്ങൾക്കൊക്കെ സൈഡ് എഫക്ട്സ് നമുക്കറിയാം, ചില ഓപ്ഷനുകളുണ്ട് അല്ലെ, ചില ഹോസ്പിറ്റലിന് ചില കാര്യങ്ങളുണ്ടാവും, ചില ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നമ്മുടെ കൗൺസിലർ ആയിരിക്കും. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ഈ പറഞ്ഞ നമ്മള് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഫസ്റ്റ് 3 പോയിന്റ്. Advocating for patients എന്ന് പറയുമ്പോൾ the patient counselor is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. Okay, അവരുടേതായിട്ടുള്ള നീതി ചിലപ്പോ വേണമെങ്കിൽ അവർക്ക് അല്ലെ ഇപ്പോ ഒരു ആക്സിഡന്റൽ കേസിൽ വന്നു അല്ലെങ്കിൽ അപ്പൊ അത് ചിലപ്പോ വേണമെങ്കിൽ നീതി നമുക്ക് കിട്ടേണ്ടതായിരിക്കും. അവരുടെ പ്രോബ്ലം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരിക്കില്ല, പക്ഷെ അതിന്റെ അല്ലെ അത് സംഭവിച്ച് അവര് വരുത്തി തീർത്തവരിൽ നിന്ന് ആർഗ്യൂ ചെയ്ത് അല്ലെ അവരിൽ നിന്ന് വാദപ്രതിവാദം നടത്തിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഇതിന്റെ എക്സ്പെൻസുകൾ അവിടെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം അല്ലെ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും അതെങ്ങനെയൊക്കെയാണ് അതിന്റെ ഏതെങ്കിലുമൊക്കെ ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറിന്റെ സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സൈനുകൾ ഇതൊക്കെ കൃത്യമായിട്ടൊക്കെ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ മേടിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നത് ഈ കൗൺസിലറാണ്.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഈ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള നീതി നടത്തി കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഫോർത്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ പ്രൊവൈഡിങ് റിസോഴ്സസ്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് 3 പോയിന്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. Then second one, educating patients and families. Then third one, advocating for patients. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. കൗൺസിലർ, ഓക്കെ, കൗൺസിലർ എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, പേഷ്യന്റിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന, പേഷ്യന്റിനെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, അല്ലെ? ഓർമ്മയിൽ വെക്കൂലേ? ആയിട്ട് പഠിക്കാതെ തന്നെ ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊവൈഡിങ് റിസോഴ്സസ്. എന്താണ് പ്രൊവൈഡിങ് റിസോഴ്സസിൽ പറയുന്നത്? The patient counselor is accountable for providing patients and their families with the resources and information about supported groups, financial assistance and other services that may be available to them. അപ്പൊ ഇവിടെ വീണ്ടും അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് എന്താണ്? ഗ്രൂപ്പ്, അല്ലെ? ഫിനാൻഷ്യൽ ആയിട്ട് എവിടെന്നെങ്കിലൊക്കെ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ, ചിലപ്പോൾ ക്യാൻസർ പേഷ്യന്റിന് ചില ആനുകൂല്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും ഏജ് ഓവർ ആയിട്ടുള്ള, അല്ലെ, ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ ഇത്രയും ഇന്ന, അല്ലെ, നമുക്കറിയാം ഗവൺമെന്റിന്റെ തന്നെ അല്ലെ കുറെ യോജനകളൊക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പദ്ധതികളുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും അത് അവൈലബിൾ ആക്കുക, അല്ലെ, അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യലി സപ്പോർട്ട് ആയിരിക്കും മെയിൻലി ആവശ്യമായിട്ട് വരുന്നത്, അല്ലെ? പ്രത്യേകിച്ച് കിടന്ന് ചികിത്സിക്കേണ്ടി, ദീർഘകാലത്തേക്ക് ഉള്ള മെഡിസിൻ ഒക്കെ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ ഫിനാൻഷ്യലി സപ്പോർട്ട് വളരെയധികം ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള റിസോഴ്സ് ഏതെങ്കിലും രീതിയിൽ അവൈലബിൾ ആണെങ്കിൽ, ആ വ്യക്തിക്ക് അവൈലബിൾ ആണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിവുകൾ എന്താണ് കൗൺസിലർ പേഷ്യന്റിനെ ലഭ്യമാക്കി കൊടുക്കും. അതാണ് പ്രധാനമായിട്ടും പറയുന്നത് പ്രൊവൈഡിങ് റിസോഴ്സസ്. കോർഡിനേറ്റിംഗ് കെയർ. എന്താണ് കോർഡിനേറ്റിംഗ് കെയർ എന്ന് പറയുന്നത്? ഏകോപിപ്പിക്കുക, അല്ലെ? ആ ഒരു ശുശ്രൂഷ കാര്യങ്ങളിൽ ഏകോപന നടത്തുക. The patient counselor is accountable for organizing care between healthcare providers and ensuring the patients receive the essential services and treatments. നമുക്കറിയാം അവിടെ, അല്ലെ, ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങൾ കൂടി കൊണ്ടുകൊണ്ടായിരിക്കും അവർ വരുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ, അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, നമുക്കറിയാം ഡോക്ടേഴ്സിൽ നിന്നും നഴ്സുമാരിൽ നിന്നും അവർക്കൊക്കെ കൃത്യമായിട്ട് തന്നെ ലഭ്യമാക്കി കൊടുക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മീഡിയേറ്റർ ആയിട്ടൊക്കെ ചിലപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? ഇവർക്ക് ഇത്രയും ടെൻഷൻ ഉണ്ട്, ഡോക്ടർ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഇൻഫോം ചെയ്യുന്ന, അല്ലെ? അവര് കൃത്യമായിട്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി അവർ ഷെയർ ചെയ്ത്, അല്ലെ, അവർക്ക് നല്ലൊരു പേഷ്യന്റ് കെയർ ലഭ്യമാക്കി കൊടുക്കുന്നതും അവര് തന്നെയാണ് നമ്മുടെ കൗൺസിലറാണ്. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. ഇപ്പൊ കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഏകോപിപ്പിച്ച് കൊണ്ടുവരിക, അല്ലെ? ആദ്യം പറഞ്ഞ മാതിരി എല്ലാത്തിനെയും, അല്ലെ, അവരുടെ ആ വൈകാരിക പ്രോബ്ലംസിനെയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള നിലപാടാണ് കൗൺസിലർ സ്വീകരിക്കുന്നത്. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ the patient counselor is accountable for developing care plans for patients, which includes identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. Okay. അപ്പൊ അവിടെ എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത്? എന്താ? വികസിപ്പിച്ചു കൊണ്ടുവരിക, അല്ലെ? അവരുടെ പേഷ്യന്റിന്റെ കെയർ എപ്പോഴും നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അല്ലെ, ഓക്കെ ആണോ? ഡോക്ടേഴ്സ് നല്ല രീതിയിൽ, നമുക്കറിയാം ആദ്യം തന്നെ ഒരു വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടോട് കൂടി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആദ്യം ഒരു സപ്പോർട്ടീവ് ആയിട്ട്, അല്ലെ, ഓക്കെ ആണോന്ന് എങ്കിലും ഇടയ്ക്ക് തിരക്കി കഴിയുമ്പോൾ എന്താണ് അവർക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും, അല്ലെ? അപ്പൊ അത് വിച്ച് ഇൻക്ലൂഡ്സ് ഐഡന്റിഫൈ ദെയർ റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ്. അവര് എന്താണോ അവരുടെ ആവശ്യങ്ങൾ, എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ, അല്ലെ? അവര് ചിലപ്പോ വൈകാരികമായിട്ടൊരു സപ്പോർട്ട് ആണെങ്കിൽ, ചിലപ്പോ എന്താണ് റിസോഴ്സസ്, അല്ലെ? നമുക്കറിയാം ഫിനാൻഷ്യലി പുവർ ആയിട്ടുള്ള വ്യക്തികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടാവാം. എനിവേ എന്തൊക്കെ തന്നെയാണെങ്കിലും ആ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞിട്ട് അവർക്ക് ആവശ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ? വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് നീഡ്സ് ആർ മെറ്റ്. ഓക്കെ. എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും, അവരുടെ വൈകാരികമായ ആവശ്യങ്ങളാണെങ്കിലും ഫിനാൻഷ്യലി ചില സപ്പോർട്ടീവ് ആയിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ അവരുടെ നീഡ്സിനൊക്കെ ഓക്കെ ആക്കി കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അത് ആ ഒരു കെയർ പ്ലാനെ മുന്നോട്ട് നയിക്കുന്നത് ആരാണ്? നമ്മുടെ കൗൺസിലറാണ്. നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫണ്ടൊക്കെ ഓരോന്ന് തന്നെ വേണ്ടി വരും, അല്ലെ? പറഞ്ഞ ഹോസ്പിറ്റലിൽ പറഞ്ഞ
എല്ലാവരും തന്നെ ഉണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫണ്ട് തന്നെ ആവശ്യമായിട്ടൊക്കെ വരും. പക്ഷെ എനിവേ ആ ടൈമില് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ നോളജും ഉണ്ടാവണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ അത്യാവശ്യം അറിവുകളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻഷുറൻസ് പാക്കേജുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്താലും അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ നിന്ന് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പേഷ്യന്റ് കൗൺസിലറാണ്. എന്താണ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. മോണിറ്ററിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നോക്കാം, അത് നിരീക്ഷണ വിധേയമാക്കുക അല്ലെ, പ്രോഗ്രസ് എത്രത്തോളം പുരോഗതി ഉണ്ടെന്നുള്ളത്. The patient counselor is accountable for monitoring patients' progress, evaluating their needs, and making adjustments to their care plan as necessary. In case നമ്മൾ ഈ പറഞ്ഞ മാതിരി എല്ലാ പ്രശ്നങ്ങളും അല്ലെ അവരെ കൗൺസിലറിനെ ബോധ്യമാക്കിയിട്ട് കൗൺസിലർ അദ്ദേഹത്തിനെ വളരെ അല്ലെ ആ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിനെ വളരെ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അവരെ പ്രോബ്ലംസ് വൺ ബൈ വൺ ആയിട്ട് കവർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യകതയുണ്ടെങ്കിൽ അല്ലെ ഇവാലുവേറ്റിംഗ് ദെയർ നീഡ്സ്, വീണ്ടും ആവശ്യങ്ങൾ എന്തെങ്കിലും വിലയിരുത്തുക. ആ വിലയിരുത്തിയതിനു ശേഷം വീണ്ടും എന്തെങ്കിലും കെയർ പ്ലാനിങ്ങിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ആരെ മധ്യസ്ഥനാന്ന് പറയുന്ന കൗൺസിലർ മധ്യസ്ഥനാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചില്ലറ ഡ്യൂട്ടിയല്ല, അത്യാവശ്യം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അഡ്വക്കേസി ആവുക, അതേമാതിരി തന്നെ വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, തന്നെ അതേമാതിരി തന്നെ കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവരെ ഓക്കെ ആക്കി അല്ലെ അവരുടെ വൈകാരികമായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ സൊല്യൂഷൻസ് കണ്ടെത്തുക. വീണ്ടും എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അതെല്ലാം വിലയിരുത്തിയിട്ട് അതിനെല്ലാ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, കൗൺസിലറിനുള്ളത്. ഓക്കെ, പേഷ്യന്റ് കൗൺസിലർ എന്താണെന്നുള്ളത് ഐഡിയ കിട്ടിയോ? ഹെഡിങ്സ് ഒന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് കൂടി നോക്കാം. ഓവറോൾ ദ റോൾ ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ is to extend support and advocacy for a patients and their families. ഓക്കെ, നമുക്കറിയാം അവരെ സപ്പോർട്ട് ചെയ്തു അല്ലെ, അഡ്വക്കസി കൊടുത്ത് പേഷ്യന്റ് കൗൺസിലർ ആണ് അങ്ങനെ ആ ഫാമിലിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. Then helping them navigating the healthcare system and making sure that they receive a high quality care. നമുക്കറിയാം ഏതൊരു പേഷ്യന്റും നല്ല സേവനമാണ് അവിടെ നിന്ന് അല്ലെ, നല്ല ഗുണമേന്മയുള്ള സേവനമാണ് ലഭ്യമാക്കിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതും അതേമാതിരി തന്നെ അവരെ നല്ല രീതിയിൽ അല്ലെ ഹെൽത്ത് കെയർ നല്ല രോഗി പരിചരണ സിസ്റ്റമാണ് ഫോളോ ചെയ്തത് അല്ലെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചേക്കണമെന്ന് ഉറപ്പുവരുത്തുന്നതുമാര് തന്നെയാണ് നമ്മുടെ പേഷ്യന്റ് കൗൺസിലർ ആണ്. കാരണം അദ്ദേഹമാണ് വൈകാരികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അഡ്വക്കസി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു പോകുന്നത്, അതല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ നിന്ന് നല്ല സേവനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നത് അദ്ദേഹമാണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് എന്താണ് സാറ്റിസ്ഫൈഡ് ആക്കിയത് അല്ല ഹൈ ക്വാളിറ്റി ഉള്ള കെയർ ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? നമ്മുടെ പേഷ്യന്റ് എന്താണ് കൗൺസിലർ ആണ്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, empathy and a deep understanding of healthcare systems and service are necessary for success in this role. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് മതിയായ റോൾ ആവശ്യമാണ് അല്ലെ, മതിയായമായ സ്കിൽ ആവശ്യമാണെന്ന് വെച്ചാൽ കഴിവ് ആവശ്യമാണ്. നല്ല രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം അല്ലെ. ഒരു പേഷ്യന്റ് വന്ന അദ്ദേഹത്തിന്റെ വൈകാരിക ബന്ധങ്ങൾ പറയുമ്പോൾ തന്നെ അത് കേൾക്കാനുള്ള മനസ്സ് വേണം അല്ലെ. ആദ്യം തന്നെ പ്രധാനമായിട്ട് വേണ്ടത് ക്ലിയർ അല്ലെ, അവരെ കേൾക്കാനുള്ള മനസ്സ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. then എന്താണ് മറ്റു ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് അല്ലെ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അല്ലെ. അപ്പൊ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതേമാതിരി തന്നെ എംപതി അല്ലെ, ഈ പറഞ്ഞ മാതിരി വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള എല്ലാ ക്ഷമയോടും അതോടൊപ്പം തന്നെ വിനയത്തോടും എളിമയോടും കൂടിയൊക്കെ അവരെ കേട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. Then a deep understanding of a healthcare system and service are necessary for success in this role.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇൻഷുറൻസ് എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളത് അറിയണമെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. വേണ്ടി വരില്ലേ? അദ്ദേഹത്തിന് നോളജ് ഉണ്ടായാലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതെ അല്ലെ? അപ്പൊ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം, അല്ലെങ്കിൽ ഏജ് ഓവർ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിലും ആനുകൂല്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അത് എങ്ങനെയുള്ളവർക്കാണ് കിട്ടുക, അല്ലെ? അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ നിയമപരമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ അതനുസരിച്ചിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ന ക്ലെയിമുകളൊക്കെ കിട്ടും, അല്ലെ? ഇൻ കേസ് ആക്സിഡന്റ് കേസുകളൊക്കെ ആണെങ്കിൽ നിയമവശങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ആ നിയമവശങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പേഷ്യൻസിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നോളജ് അത്യാവശ്യം ആവശ്യമാണ്, അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ്, അതോടൊപ്പം തന്നെ എമ്പതിയും ഒക്കെ അവർക്ക് മസ്റ്റായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഹെഡിങ് ഒക്കെ പഠിച്ചു വെക്കുക. കൗൺസിലറിന്റെ മറ്റു പേരുകളെ കുറിച്ചിട്ട് നിങ്ങൾ പുറത്തു വെച്ചേക്കുക. ഓക്കെ, മെയിനായിട്ട് മോസ്റ്റ് ആയിട്ട് അതിലേക്ക് ചോദിച്ചു കാണാറുള്ളത് അതൊക്കെയാണ്. അതേമാതിരി തന്നെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളുടെ കാര്യവും ഓർത്ത് വയ്ക്കുക. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എംപതി ആൻഡ് deep understanding of the service are necessary for success in this role. Okay. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് സ്കിൽ റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് നമ്മളിപ്പോ എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു, അല്ലെ? എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് വേണമെന്ന് പറഞ്ഞു. നാലാണ്, അല്ലെ? എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മള് അതേമാതിരി തന്നെ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോഴും, മെഡിക്കൽ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോഴും, അതേമാതിരി തന്നെ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ, അല്ലെ? ക്ലിനിക്കലായിട്ടുള്ള നോൺ ക്ലിനിക്കലായിട്ടുള്ള ജോബ് കൗൺസിലറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേമാതിരി തന്നെ എന്താണ് എക്സിക്യൂട്ടീവ്, അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ കാര്യവും പറഞ്ഞു. അപ്പൊ ഇവർക്കെല്ലാം മസ്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ആവശ്യമാണ്, അല്ലെ? ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. കാരണം പേഷ്യന്റ് ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവരാണ്, അല്ലെ? ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഇവരൊക്കെ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു നോളജ് ആവശ്യമാണ്, അല്ലെ? പലതരത്തിലുള്ള കഴിവുകൾ ഇവിടെ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ദ ഹോസ്പിറ്റൽ നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽ ടു എഫക്റ്റീവ്ലി ഡു their roles. Some key skills for non-clinical staff in the hospital consist of. Okay, അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നല്ല ഓവറോൾ ആയിട്ടുള്ള ഡ്യൂട്ടി, അല്ലെ? അവിടെ ഡോക്ടറിനാണെങ്കിൽ ഒരു പേഷ്യന്റിനെ അങ്ങനെ പരിശോധിച്ച് അവരെ തൃപ്തികരമാക്കുക, അവരെ പഠിച്ചിരിക്കുന്ന നോളജ് അനുസരിച്ചിട്ട് ആ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുക, അവരുടെ രോഗനിർണയം നടത്തി രോഗ ശുശ്രൂഷ കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെ? അതേസമയം നേഴ്സുമാരാണെങ്കിൽ ഡോക്ടർ എന്താ നിശ്ചയിക്കുന്നത് അതനുസരിച്ചിട്ട് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതേസമയം നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ്സ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ഒരാൾക്ക് ഒരു ഡോക്ടറിന്റെ എന്താണ് രോഗനിർണയം നടത്തി അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ള ഡോക്ടറുടെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ നഴ്സുമാരുടെ ഡ്യൂട്ടിയോ പോലെയല്ല. അവര് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഓരോ പേഷ്യൻസും വരുന്നത്, അല്ലെ? അവരെ ഏത് മേഖലയിലേക്ക് തിരിച്ചു വിടണം, ഏത് ഡോക്ടറെ കാണണം, ഏത് രീതിയിൽ കാര്യങ്ങളൊക്കെ അവരെ അറേഞ്ച് ചെയ്ത് കൊടുത്താലാണ് അവര് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകുള്ളൂ, അവര് തൃപ്തികരമായിട്ട് പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെ? അവരെ തൃപ്തികരമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള് നോൺ ക്ലിനിക്കൽ ജോബിലുള്ളവർക്ക് ഉണ്ടാവും. കാരണം അവര് നമുക്കറിയാം അങ്ങോട്ട് തിരിച്ചു വിടുമ്പോ തന്നെ, അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വിടുന്നത് മുതൽ അവർക്ക് എൻഡിങ് അവര് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത് വരേക്കുള്ള റോളുകൾ ഇവർക്ക് കൈകാര്യം ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് നോക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു എഫക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. നമുക്കറിയാം എല്ലാവരായിട്ട് ഡീൽ ചെയ്യുന്നവരാണ്, അല്ലെ? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ പേഷ്യൻസിനോടും വിസിറ്റേഴ്സിനോടും അതേപോലെ തന്നെ അവിടെയുള്ള മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോടൊക്കെ
നല്ല രീതിയിൽ ഡീൽ ചെയ്യും അല്ലെ. പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മിക്കപ്പോഴും അല്ലെ നേരിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവരായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കേൾക്കണം അല്ലെ. കേൾക്കാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവണം. അതേപോലെ തന്നെ അവരുടെ എമ്പതിയോടുകൂടി അല്ലെ അവര് വളരെ വിനയത്തോടും ഒക്കെ കൂടി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, പല ഇതിലൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ അവരുടെ വിനയത്തോടും ദയോടും കൂടിയിട്ടൊക്കെ പെരുമാറുക എന്നത് പ്രധാനപ്പെട്ട കാര്യം അല്ലെ. അപ്പൊ പേഷ്യൻസിനെ അവരൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള സ്കില്ലുകൾ അവിടെ ആവശ്യമാണ്. വിസിറ്റേഴ്സിനോടാണെങ്കിലും അതേമാതിരി തന്നെ സ്റ്റാഫ് മെമ്പേഴ്സിനോടൊക്കെ ആണെങ്കിലും അവരോട് നല്ല രീതിയിൽ അല്ലെ, ചിലരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഹാർഷായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അനുസരണ കാണിക്കണം എന്നുള്ളത്, നിങ്ങൾ ഇന്ന റൂട്ടിലേക്ക് പോവാ, പിന്നെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും പറയും. അതേസമയം ചിലരോട് അവർ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു എമ്പതി രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലെ. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമായിട്ടത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാഫുകളോടാണെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് പാസ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് അവരോട് കൊടുക്കുന്നത്. അപ്പൊ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇവർക്ക് ആവശ്യമാണ് അല്ലെ. ചിലപ്പോൾ കേൾക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ആവശ്യമാണ്, ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ് ആവശ്യമാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ അവരുടെ മേലധികാരികളെ ബോധിപ്പിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള കഴിവും അവർക്ക് ആവശ്യമാണ്. അങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുകൾ അവർക്ക് ആവശ്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയുന്നുണ്ട്, ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എംപത്തറ്റിക്കലി ബോത്ത് വെർബലി ആൻഡ് റൈറ്റിംഗ്. അവർക്ക് എന്താണ് വെർബലി ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള കഴിവുണ്ടാവണം. അതോടൊപ്പം തന്നെ റിട്ടേൺ അല്ലെ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാഫുകൾക്കൊക്കെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ് ഈ പറഞ്ഞ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആവശ്യമാണ്. ഓക്കെ അല്ലേ? ക്ലിയറോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ സർവീസ് സ്കിൽസ്. കസ്റ്റമർ സർവീസ് സ്കിൽസിൽ പറയുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓപ്പൺ ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. നമുക്കറിയാം അവരാണ് പേഷ്യൻസിനോട് ഫസ്റ്റ് കോണ്ടാക്ട് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെ. They should maintain excellent customer service skills which include the ability to be calm and composed to difficult situations, handle the inquiries and complaints and provide a positive and welcoming environment. ഓക്കെ, നമുക്കറിയാം ഒരു പേഷ്യന്റിനെ നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലല്ലേ റിസപ്ഷനിസ്റ്റ് ഇവരൊക്കെ നമുക്കറിയാം നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബാണ് കൈകാര്യം ചെയ്തത് അല്ലെ. അവരെ വെൽക്കം ചെയ്യുന്നത് മുതൽ എൻഡിങ് അല്ലെ, അവരുടേതായിട്ടുള്ള കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സോൾവ് ചെയ്ത് അല്ലെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്തി വരെ നമ്മൾ വിടാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടി ആർക്കുള്ളതാണ്, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ്സ് ഉള്ളവർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് അല്ലെ നല്ല രീതിയിൽ തന്നെ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ കാമായിട്ട് അവരോട് കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ടാവാം. അതേമാതിരി തന്നെ കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും അല്ലെ. എവിടെന്നെങ്കിലൊക്കെ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ടെങ്കിലൊക്കെ അത് കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ടാവും. അതേമാതിരി തന്നെ എപ്പോഴും അല്ലെ അവരെ ഏത് നിൽക്കുന്നതായിരിക്കും നമ്മൾ റിസപ്ഷനിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഫോൺ അല്ലെ പല ഡ്യൂട്ടികൾ ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തികൾക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവാം. അതല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവാം. അപ്പൊ ഇതിലെല്ലാം പ്രത്യേകമായിട്ടുള്ള മൾട്ടി ടാസ്ക് കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കാരണം ആരെയും വെറുപ്പിക്കാനായിട്ട് പാടില്ല അല്ലെ. പേഷ്യൻസിനെ മൈൻഡ് ചെയ്തില്ല എന്ന് ഒരിക്കലും വരുത്താനും പാടില്ല. സോ എന്താണ് ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് സ്കിൽ ഇവർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് പേഷ്യൻസ് വീണ്ടും വരികയുള്ളൂ അല്ലെ. അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും അല്ലെ വാട്സപ്പ് വഴി എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സർവീസുകൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ശബ്ദമായിട്ട് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ആൻസറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവും ആർക്കുണ്ടായിരിക്കണം, നമ്മുടെ നോൺ ക്ലിനിക്കൽ ജോബ്സ് ഉള്ളവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓർഗനൈസേഷണൽ സ്കിൽസ് ആണ്. ഞാൻ സ്പീഡിൽ എടുത്തു പോകുന്നുണ്ടോ? ഓക്കെ, 1-2 പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം കേട്ടോ.
ഓർഗനൈസേഷൻ സ്കിൽസ് ഒക്കെ അതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ അവസരം തരാം. എന്തായാലും വായിച്ച് നോക്കി പോവുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് paced environment with a lot of tasks and responsibilities. Non-clinical staff should have a strong organization skills to manage the workload, prioritize tasks and meet deadlines. Okay. നമുക്കറിയാം ഒരുപാട് റെസ്പോൺസിബിലിറ്റി അല്ലെ അവിടെ. ഓർഗനൈസേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ സംഘടനാപരമായിട്ടുള്ള ഒരു സ്കിൽ അദ്ദേഹത്തിന് വേണം. എന്ന് വെച്ചാൽ ഒരു നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് ആയതുകൊണ്ട് നമുക്കറിയാം ഇത്ര പേഷ്യൻസിന് ഇത്ര ഡോക്ടർമാർ ഇന്ന ടൈമിലൊക്കെ സ്കാനിങ് പ്രൊസീജിയർ നടത്തുന്ന പ്ലേസിലാണെങ്കിൽ ഇത്ര പേഷ്യൻസ് അല്ലെ. അവിടെ എല്ലാത്തിനും ഒരു മിതമായ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഫാസ്റ്റ് ആയിട്ട് ഇത് മൂവ് ചെയ്ത് പോവുകയാണ് അല്ലെ. നമ്മൾ ഓവർ ക്രൗഡിങ് വന്നാലും അല്ലെ ഒരുപാട് പേര് ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നാൽ ആരുമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഹോസ്പിറ്റൽ നഷ്ടമാണ് അല്ലെ. അപ്പൊ അത് ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്ത് പോകണം അല്ലെ. വൺ ബൈ വൺ ആയിട്ട് പോകാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറഞ്ഞ നോൺ ക്ലിനിക്കൽ ജോബ്സ് ആണ് അല്ലെ. അപ്പൊ ആ വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ഒരു ലാക്ക് അല്ലെ ഒരു നിർദ്ദിഷ്ടമായ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാതെ എന്നാൽ ഒരുപാട് ക്യൂ വരാതെ രീതിയിൽ അറേഞ്ച് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്കില്ല് അവിടെ ആവശ്യമാണ്. മാനേജ് വർക്ക് ലോഡ് കൂടുകയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മുൻകൂട്ടി ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അല്ലെ. നമ്മള് ഫ്രണ്ട് ഓഫീസൊക്കെ പഠിച്ച് ഇപ്പൊ കണ്ടായിരുന്നു അല്ലെ. ഫസ്റ്റ്ലി നമ്മള് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതേമാതിരി തന്നെ നേരിട്ട് വരുന്ന പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ടാവാം. ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അതിനിടയ്ക്ക് ചിലപ്പോൾ കാഷ്വാലിറ്റി പേഷ്യൻസ് പോലെ അല്ലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റസ് ഉള്ള പേഷ്യൻസ് വരും. ചിലപ്പോൾ എമർജൻസി കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഡേ മാറ്റി വെച്ചിട്ട് പ്രയോറിറ്റീസ് അല്ലെ ഏറ്റവും പരിഗണന കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് അത് ആസൂത്രണം ചെയ്ത് അത് പരിഹരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്കില്ല് ആർക്കുണ്ടാവണം? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ മീറ്റിംഗ് ഡെഡ്ലൈൻസ് അപ്പൊ സമയത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഈ മുൻഗണന കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടാതിരിക്കുന്നത് ഒരിക്കലും എന്താണ് ഡിലേ ആവാത്ത രീതിയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കില്ല് ആർക്കുണ്ടായിരിക്കും? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് വർക്കേഴ്സിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. ഓരോ പോയിന്റ്സും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. വായിച്ചു നോക്കുക.
ഓക്കെ, വെച്ച് നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ഓർഗനൈസേഷൻ സ്കിൽസ് കഴിഞ്ഞാൽ ടെക്നോളജി സ്കിൽസ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ടുള്ള അറിവ് അല്ലെ. നമുക്ക് ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അറിയാം അല്ലെ, പഴയ മാനുവൽ വർക്കിനൊക്കെ വളരെ കുറവാണ് അല്ലെ. ഇപ്പൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തതനുസരിച്ചിട്ടുള്ള വർക്കുകളാണ് കൂടുതലും അല്ലെ. ഇൻ കേസ് ഇപ്പോ ക്യൂവിൽ വരെ നിൽക്കുന്നതിന് പകരം ഡിജിറ്റലൈസേഷൻ ആണ് അല്ലെ. നമ്മള് കൃത്യമായിട്ട് തന്നെ ആ ടൈമിൽ മാത്രം അവിടെ ക്യൂ നിന്നുകൊണ്ട് പേഷ്യൻസിന് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയാൽ മതി. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഈ സ്കില്ലുകൾ അത് ആര് സമ്പാദിക്കേണ്ടതാണ്? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് കൈകാര്യം ചെയ്യുന്നവര് സമ്പാദിക്കേണ്ടതാണ്. പ്രൊഫഷൻസി ഒപ്പം പിന്നെ using different computer applications, electronic health record systems, and other healthcare technology is vital for a non-clinical staff. Okay. നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഇലക്ട്രോണിക്സിന്റെ മറ്റ് സഹായങ്ങൾ അല്ലെ. നമ്മളിപ്പോ ഡിജിറ്റലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇൻ കേസ് എക്യുപ്മെന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നവര് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലെ, ടെക്നോളജികളൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തു വന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം മസ്റ്റായിട്ട് അറിയേണ്ടതുണ്ട്. They should be comfortable with the technology and willing to learn new systems as required. എന്താണോ പുതിയ സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ, ഉപയോഗപ്രദമാകുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് ആർക്കുണ്ടായിരിക്കും? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടായിരിക്കണം അല്ലെ. അതിപ്പോ ഏത് ഫീൽഡിലാണെങ്കിലും, റിസപ്ഷനിസ്റ്റിന്റെ മേഖലയിലാണെങ്കിലും അവർ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാവണം. നമുക്കറിയാം അക്കൗണ്ടിങ് ഫീൽഡിലാണെങ്കിൽ അല്ലെ, അത് ഏത് സോഫ്റ്റ്വെയർ ആണോ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവുണ്ടാവണം. ഇൻ കേസ് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. അടുത്തെന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, റിസപ്ഷനിസ്റ്റ് പല തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകണമെന്നുള്ളത് അല്ലെ. Non-clinical staff may face various challenges and problems while executing their duties. അവരുടെ ഭരണനിർവഹണത്തില് അവരെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പലതരത്തിലുള്ള വെല്ലുവിളികളെയും പ്രോബ്ലംസിനെയും അവരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. The ability to think critically, evaluate the situations, and find adequate solutions is valuable in ensuring smooth operations and addressing issues promptly. ഓക്കെ, നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ടുള്ള കഴിവുണ്ടായിരിക്കും അല്ലെ. ഏത് ഇഷ്യൂ വന്നാലും അതിനെ പെട്ടെന്ന് തന്നെ പരിഹരിക്കത്തക്ക വിധത്തിൽ അല്ലെ, അത് ഏത് രീതിയിലാണത് പരിഹരിക്കേണ്ടത് അല്ലെ. അവിടെ നമുക്കറിയാം ഏത് സിറ്റുവേഷൻ വരികയാണെങ്കിലും ആ സിറ്റുവേഷനെ വിമർശനാത്മകമായ രീതിയിൽ നമ്മൾ വിലയിരുത്തി ആ സിറ്റുവേഷൻ ഒക്കെ അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും അല്ലെ, ആ ഒരു സൊല്യൂഷൻ അത് നല്ല രീതിയിലുള്ള സൊല്യൂഷൻ അല്ലെ, വാല്യുബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നെത്തിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ എല്ലാവരും സംതൃപ്തരാകുള്ളൂ അല്ലെ. പേഷ്യന്റിനെ സംബന്ധിച്ചൊരു പ്രോബ്ലം ആണെങ്കിലും അതല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യമാണെങ്കിലും അവിടെ എന്താണ് ആ പ്രോബ്ലം അല്ലെ, അത് സങ്കീർണമായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എങ്ങനെയത് പരിഹരിക്കാനായിട്ട് സാധിക്കും അല്ലെ. അത് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷനിൽ മതിയായ രീതിയിലുള്ള സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ അതിനെ പ്രോംപ്റ്റ്ലി അത് പരിഹരിച്ചിരിക്കേണ്ടതാണ് അല്ലെ. അത് പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കണം. ഇൻ കേസ് അതിന് ഡിലേ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഒരു സ്ഥാപനത്തിന് അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അത് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് ചീത്തപ്പേര് ഉണ്ടാവേണ്ട അവസ്ഥ വരും. അപ്പൊ ടൈമിലി തന്നെ അത് പരിഹരിക്കേണ്ടതാണ്. അതാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അത് പരിഹരിച്ച് പോകാനായിട്ട് അല്ലെ, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം വിശാലമായ രീതിയിൽ പരിഹരിച്ച് പോകാനായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് പവറുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെയാണ് എന്താണോ ക്ലിനിക്കൽ ഏത് രീതിയിലുള്ള പ്രോബ്ലം ആണ് അല്ലെ, നമ്മൾ പേഷ്യന്റിനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ എക്സിക്യൂട്ടീവ് ആയിരിക്കും അത് പരിഹരിച്ച് കൊടുക്കേണ്ടതായിട്ട്. റിസപ്ഷനിസ്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നോൺ ക്ലിനിക്കൽ ജോബ് ആയിട്ടുള്ള റിസപ്ഷനിസ്റ്റ് അത് പരിഹരിച്ചു കൊടുക്കണം. ഇൻ കേസ് ഏതും അല്ലെ സെക്രട്ടറിയുടെ ഭാഗത്താണെങ്കിലും അവിടെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിനൊക്കെ അത് സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള പ്രത്യേക കഴിവ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് നമുക്കറിയാം എന്താണ് നമ്മുടെ അല്ലെ പേഷ്യൻസ് ആയിട്ട് നമ്മൾ ഡയറക്ട്ലി റിലേറ്റഡ് ആണ് അല്ലെ, ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബേഴ്സ് അവര് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരായിരിക്കും എന്താണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക അല്ലെ. നമ്മൾ നേരത്തെ കൗൺസിലറിനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്കറിയാം അവരുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്? കൗൺസിലറിനുള്ളത് അല്ലെ. റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും നമുക്കറിയാം അവരുടെ മുമ്പിലായിരിക്കും ആദ്യം വന്നിട്ട് ഇത്തരത്തിലുള്ള അല്ലെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അവരുടേതായിട്ടുള്ള അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിലായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. സോ അവര് കൃത്യമായിട്ടുള്ള ഒരു വിശ്വാസമുള്ളത് ആ ഒരു രീതി തന്നെ അവർക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഒരു രീതി അല്ലെ അവരുടെ മനസ്സിലും പേഷ്യൻസിന്റെ മനസ്സിലും അത് ഉൾക്കൊള്ളിട്ട് പോകേണ്ടതുണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് often have entry to sensitive patient information. ഓക്കെ, നമുക്കറിയാം അവിടെ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് അവരാണ് സെൻസിറ്റീവ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, കീപ്പിംഗ് പേഷ്യൻസ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. ഓക്കെ, മറ്റൊരാളോട് തേർഡ് പാർട്ടിയിലൂടെ വെളിപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രൈവസി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ജോബേഴ്സ് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾ അല്ലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒരു മാനുഷിക പരിഗണനകളെല്ലാം കാണിക്കേണ്ടതും ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബേഴ്സ് ആണ് അല്ലെ. നമുക്കറിയാം ഡോക്ടേഴ്സ് അവര് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അല്ലെ. അവര് ചിലപ്പോ നമുക്കറിയാം കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യണം, മെഡിസിൻ വെക്കേണ്ടത് മെഡിസിൻ വെക്കണം അല്ലെ. അവർക്ക് അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അതേസമയം പേഷ്യൻസിന് നമ്മളുടെ നോൺ ക്ലിനിക്കൽ ജോബേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസിന് എന്താണ് അവർക്ക് ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവര് കുറച്ചും കൂടി ഉൾക്കൊള്ളാനായിട്ടുള്ള സാഹചര്യം കൂടി ഉണ്ടാവും അല്ലെ. അവരുടെ വിഷമങ്ങൾക്ക് ഒരു വൈകാരികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എല്ലാം മനസ്സിലാക്കി കേൾക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് പങ്കുവെക്കാത്ത തരത്തിലുള്ള മാറ്റേഴ്സുകൾ ഉണ്ടെങ്കിൽ അത് സീക്രസി ആയിട്ട് അത് സൂക്ഷിക്കാനുള്ള പ്രത്യേക കഴിവും അല്ലെങ്കിൽ പ്രത്യേക കപ്പാസിറ്റിയും ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബേഴ്സിന് ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. എന്താണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽസ് ആറ് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, അവർ കുറച്ച് ടൈം ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. Hospital are interdisciplinary settings and that need collaboration among various departments and staff members. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ടീമുകളായിട്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലെ. ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നോ അല്ലെ, ഒരു ഡോക്ടറെ കാണുമ്പോൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി സേവനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെ. Non-clinical staff should be able to work in an effective manner as a part of a team, communicate and coordinate with the colleges and donate positive work environment. Okay, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് നമുക്കറിയാം ഒരു സഹവർത്തിത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കണം അല്ലെ. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്താണ്? അവർക്ക് ഒരു വ്യക്തിയുടെ സേവനം മാത്രം പോരാ അല്ലെ, ഒരു ഡോക്ടറിന്റെ സേവനം മാത്രം പോരാ, നഴ്സിന്റെ സേവനം മാത്രം പോരാ. നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം അവർക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങളെല്ലാം തന്നെ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറ്റ് സഹപ്രവർത്തകരോടൊക്കെ കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരെ അല്ലെ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നല്ലൊരു സഹകരണത്തോടു കൂടിയിട്ടാണ് പേഷ്യൻസിന് അത് ലഭ്യമാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ.
അപ്പൊ അത്തരത്തിലുള്ള കൊളാബറേഷൻ അല്ലെ, ടീം വർക്ക് കൊളാബറേഷൻ ആർക്കുണ്ടായിരിക്കാം, പ്രത്യേകം കഴിവ് ആർക്കാണ് കൂടുതലും വേണ്ടി വരുന്നത്? നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബേഴ്സിനാണ് വേണ്ടിയിരിക്കുന്നത്. കാരണം അവരായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റിനെ കോണ്ടാക്ട് ചെയ്ത് ഈ ഡിപ്പാർട്ട്മെന്റിനെ അല്ലെ അതിലേക്ക് അയക്കുന്നത്, പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് തിരിച്ചുവിടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നോൺ ക്ലിനിക്കൽ ജോബേഴ്സ് ആയിരിക്കും. സോ അവര് നല്ല രീതിയിൽ തന്നെ ഇത് സഹകരിച്ച് മുന്നേറാനായിട്ടുള്ള പ്രത്യേക കഴിവ് അവര് കരസ്ഥമാക്കേണ്ടതുണ്ട്. അഡാപ്റ്റബിലിറ്റി. എന്താണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്? The healthcare industry is continually evolving and non-clinical staff should be adjustable to change in the procedures, policies and technology. അതായത് അഡ്ജസ്റ്റബിൾ ആവുക എന്നുള്ളതാണ് അഡാപ്റ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലെ, ഒരു റിസപ്ഷനിസ്റ്റ് വരെയാണ് ഒരു ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിത്വമായിരിക്കും അവരുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് വരുന്നത് അല്ലെ, അവരുടെ ലൗഡർ വോയിസോ അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംസാര രീതികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എനിവേ എങ്കിലും അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ട് അല്ലെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ക്ഷമ അത് തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റ് നേടേണ്ടതാണ് അല്ലെ. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് അപ്രോച്ച് അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണെങ്കിലും എന്ത് ഇതാണെങ്കിലും ആ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവാം. അതെല്ലാം തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ് പ്രധാനമായിട്ട് നേരിടേണ്ടി വരുന്നത്. കാരണം പേഷ്യൻസ് ആയിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഷൗട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവരെ അല്ലെ പലതരത്തിലുള്ള പോളിസികൾ, നിയമങ്ങൾ, നിയമാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അതൊക്കെ അനുസരിച്ചിട്ട് അവരോട് കൈകാര്യം ചെയ്യുക. ഓക്കെ, നിങ്ങൾ എത്ര ലൗഡായിട്ട് സൗണ്ട് വെച്ചാലും ഇതാണ് ഇവിടുത്തെ പ്രോട്ടോകോൾ അല്ലെ, ഈ നിയമങ്ങളാണ്, ഈ പോളിസിയാണ് ഇവിടുത്തെ, ഈ പോളിസി അനുസരിച്ചിട്ട് നമ്മൾ മുന്നേറേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ഒരു നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റബിലിറ്റി അവർ കാണിക്കണം. അവരെ ഉൾക്കൊള്ളാനായിട്ട് ഓക്കെ അവര് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആര് നമ്മുടെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബേഴ്സ് കാണിക്കേണ്ടതുണ്ട്. They should be offered to learning new skills and approaches to remain updated in their roles. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ പുതിയ സ്കില്ല് ഇവര് നേടിയെടുക്കേണ്ടതായിട്ട് വരും അല്ലെ. മറ്റുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ചിലപ്പോൾ പുതിയ പുതിയ സ്കില്ലുകൾ ഇല്ലാത്ത അല്ലെ, അവര് ചിലപ്പോൾ എന്താണ് അവർക്കൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഒക്കെ ഉണ്ടാവും. എനിവേ അതിനേക്കാൾ അപ്പുറമുള്ള ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ അവര് നേടിയെടുത്തിട്ട് നല്ല രീതിയിലുള്ള അപ്രോച്ച് കാഴ്ചവെക്കാനായിട്ട് അല്ലെ മുൻകൈ എടുക്കേണ്ടത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാത്രം നമ്മൾ ഇത്രയും നാൾ പറഞ്ഞതിൽ ഉള്ള കാര്യം തന്നെയാണ് എംപതി ആൻഡ് കമ്പാഷൻ അല്ലെ. അവിടെ എംപതി ആൻഡ് കമ്പാഷനിൽ എന്താ പറയുന്നത്? വളരെ അനുകമ്പയോട് കൂടിയിട്ടും അല്ലെ വളരെ സൗമ്യമായിട്ടൊക്കെ ഡീൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. Although non-clinical staff may not give direct medical care, they often interact with the patients who may be who may be in difficult or facing challenging situations. Okay, നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ വരുമ്പോൾ അല്ലെ, അപ്പൊ ആ വെല്ലുവിളികൾക്ക് അനുസൃതമായിട്ട് അവര് ബന്ധപ്പെട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി മെഡിക്കൽ കെയർ കൈകാര്യം ചെയ്തവര് ഡയറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കഴിവുകൾ അവര് നേടിയെടുക്കേണ്ടതാണ്. Demonstrating empathy, sympathy and sensitivity towards the patient's requirements and emotions is necessary for providing a supportive environment. അവരെ പലതും പ്രകടമാക്കേണ്ടതുണ്ട് അല്ലെ. ഡെമോൺസ്ട്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രകടമാക്കണം പലതരത്തിലുള്ള എമ്പതി, സിമ്പതി, ദയയും എളിമയും സഹാനുഭൂതിയും എല്ലാം തന്നെ അവര് അവിടെ പ്രകടമാക്കേണ്ടതാണ് അല്ലെ. നമ്മളെ പേഷ്യൻസ് വളരെ പെയിൻ ആയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ തലകറക്കം ഇതൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആലോചികമായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ ഭയങ്കര ഷൗട്ട് ആയിട്ടുള്ള വ്യക്തികളും വരാം, പക്ഷെ അവരിൽ ഒന്ന് കേൾക്കാനായിട്ടുള്ള സഹാനുഭൂതി ഇവർക്ക് ഉണ്ടാവണം അല്ലെ. അപ്പൊ അത്യാവശ്യം അത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകളെല്ലാം പ്രകടമാക്കേണ്ടത് ആരാണ്? നമ്മുടെ ഈ തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബേഴ്സ് ആണ്. എന്താണ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിലൊക്കെ വളരെയധികം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവര് ഓക്കെ വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ഡീൽ ചെയ്ത് പോകുന്നതിന് ഇടയ്ക്കായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടു മൂന്ന് കേസുകൾ ഇങ്ങനെ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞ് അടുത്ത കാര്യങ്ങളിലേക്ക് ഒന്ന് നോർമൽ ആയിട്ട് വരുമ്പോഴായിരിക്കും അതിന് പറഞ്ഞ അടുത്ത കാര്യം അല്ലെ. അപ്പൊ
അപ്പൊ എല്ലാത്തിനും ഉള്ള ഒരു ക്ഷമ, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകൾ അവള് ഗെയിൻ ചെയ്തെടുക്കേണ്ടത് പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യ ഘടകമാണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ കൾച്ചറൽ കോമ്പറ്റൻസ് എന്നാണ്. കൾച്ചറൽ കോമ്പറ്റൻസ് എന്ന് പറയുന്നത് നല്ല സാംസ്കാരിക രീതികൾ അല്ലെ. നമുക്ക് ഹോസ്പിറ്റൽ സെർവ് ഡൈവേഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. Non-clinical staff should possess cultural competence, understanding and respecting various cultural practices, beliefs, and values to give inclusive and patient-centered care. Okay, നമുക്കറിയാം ഒരു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെ, പേഷ്യൻസ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പൊ എന്താണ് വ്യത്യസ്ത സാംസ്കാരിക രീതികളുള്ളവരായിരിക്കും പേഷ്യൻസ് എല്ലാവരും തന്നെ. അവര് ചിലരൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഭയങ്കര എന്താ പറയാ വളരെ ലക്ഷ്മിയായിട്ട് ജീവിച്ച് വളർന്ന സാഹചര്യത്തിലുള്ളവരായിരിക്കും. വളരെ സാധുവായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ വോയിസും കാര്യങ്ങളിലൊക്കെ ഡിഫറെന്റ് ഉണ്ടായിരിക്കും. അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഇനി എത്തരത്തിലുള്ള പേഴ്സൺസ് ആണെങ്കിലും നമുക്കറിയാം നമ്മുടെ മുമ്പേ അവര് പേഷ്യന്റ് ആണ്, അവരെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത്, അവരെ സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർ ജോബേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി. സോ അവരുടെ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണെങ്കിലും അവരെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. Non-clinical staff should possess cultural competence, understanding and respecting various cultural practices. അല്ലെ, നമുക്ക് ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വങ്ങളൊക്കെ ആയിരിക്കാം, ഭയങ്കര പെരുമാറ്റ രീതികളായിരിക്കാം. പക്ഷെ എനിവേ അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആക്കേണ്ട ഒരു ഉത്തരവാദിത്വം non-clinical ജോബേഴ്സിനുണ്ട്. സോ അവരുടെ വിശ്വാസങ്ങളാണെങ്കിലും അവരുടെ മൂല്യങ്ങളാണെങ്കിലും വ്യത്യസ്തങ്ങളാണെങ്കിലും പേഷ്യന്റിനെ സെൻട്രൈസ് ചെയ്തുള്ള കയറുന്നതിന് പേഷ്യന്റ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു നല്ല ഒരു കൃത്യമായിട്ടുള്ള രോഗി പരിചരണം അത് നമ്മുടെ ഹോസ്പിറ്റലിനെ ലഭ്യമാക്കി കൊടുക്കാൻ ആര് പ്രധാനമായിട്ടും പ്രതിബദ്ധതയാണ് അവിടെ non-clinical ജോബേഴ്സും പ്രതിജ്ഞാബദ്ധരാണ്. സോ അവരെന്താണ് നല്ല രീതിയിൽ അവരെ അക്കമല്ലേ വെൽക്കം ചെയ്ത് അവരുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണെങ്കിൽ കൂടി അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആര് നിഷിദ്ധമാണ്, non-clinical ജോബേഴ്സിലെ നിഷിദ്ധമാണ്. സോ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേരിയസ് കൾച്ചറൽ പ്രാക്ടീസസ്, ബിലീവ്സ് ആൻഡ് വാല്യൂസ് ടു ഗിവ് ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെൻറ്റേർഡ് കെയർ അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസുകളൊക്കെ അവലംബിക്കണം അല്ലെ. ഇന്ന പേഴ്സൺസ് ആണ് വരുന്നതെങ്കിൽ അവരോടൊപ്പം നമ്മൾ മാറാനായിട്ടുള്ള ഒരു ചേഞ്ചിങ് മനോഭാവം അവിടെയുള്ള non-clinical സ്റ്റാഫുകൾ പ്രകടമാക്കേണ്ടതുണ്ട് അല്ലെ. ചിലര് നമുക്കറിയാം ചില ലാംഗ്വേജുകൾക്ക് തന്നെ വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ ആ ലാംഗ്വേജിനനുസരിച്ചിട്ട് മാറി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ റിട്ടേൺ പറയണം. അവരെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു. These are just some of the skills that non-clinical staff in hospitals should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patients and clinical staff. Okay, നമുക്കറിയാം ഇങ്ങനെ പ്രധാനമായിട്ട് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുക എന്ന് പറയുന്നത് വളരെ അല്ലെ അത്യാവശ്യമായിട്ട് നല്ല ഒരു കഴിവുറ്റ ഒരു non-clinical ജോബേഴ്സ് ആണെങ്കിലാണ് ഇത്തരത്തിലുള്ള എക്സലന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടെയുള്ള പേഷ്യൻസിനെ ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കും. പേഷ്യൻസിന് മാത്രമല്ല നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്കെല്ലാം ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ടാവും. അവർക്കെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള അല്ലെ നല്ല രീതിയിലുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കഴിവുകൾ പ്രകടമാക്കാനായിട്ട് non-clinical സ്റ്റാഫുകളായിട്ട് സാധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് സ്കില്ലുകളെ കുറിച്ചിട്ട് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷൻ സ്കിൽസ്, ടെക്നോളജി സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, empathy and compassion, cultural competence. Okay, കിട്ടിയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
നമ്മള് ഇന്നലെ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നലെ ഞാൻ കൂടി സ്പീഡില് ഇതിലായിട്ടാണ് പോയത്. ഇല്ല, ഉദ്ദേശിച്ച ഡൗട്ടുകളൊന്നും നിങ്ങള് ഹെഡിങ്സുകളൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. വളരെയധികം ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന മെയിൻ ആയിട്ട് ഹെഡിങ്സ് ആണ് പ്രധാനമായിട്ട് ചോദിച്ച് ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കേണ്ടത്. അത് ഏത് ചാപ്റ്ററിന്റെ ആണെങ്കിലും അത് നമ്മൾ ആ ഹെഡിങ്സുകൾ നോട്ട് ചെയ്യണം. പിന്നെ ഓരോന്നിന്റെയും ആ ഒരു സ്റ്റാർട്ടിങ് അല്ലെ പറഞ്ഞിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത് ഓവർസീയിങ് ദ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെ. അത് അദ്ദേഹം എന്താണ് ഓവറോൾ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിനെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു രീതി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ വെച്ച് വന്നാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്ത് ചോദിച്ചാലും നമ്മൾ പറയാനായിട്ട് തയ്യാറായിരിക്കും. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഓവറോൾ ആയിട്ടുള്ള കാര്യമാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. അവിടെ ഔട്ട് പേഷ്യന്റിന്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. അദ്ദേഹമാണ് സെക്രട്ടറിയാണ്. ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റീവ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾസ്. ഓക്കെ, ആ ഹെഡിങ്സുകൾ ഓർത്തിരിക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ആ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ആൻസർ ഏതെങ്കിലും രീതിയിൽ ഹെഡിങ്സ് വെച്ചിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ എപ്പോഴും എനിക്ക് തോന്നുന്ന എക്സാമിനേക്കാൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാനായിട്ടാണ്. അതായത് നമുക്ക് എന്തായാലും ഒരു ജോലി കിട്ടണമെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ നടത്തും അല്ലെ. അപ്പൊ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലും ഒരു അവയർനെസ് ഉണ്ടാവണം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ വിലയിരുത്താൻ ശ്രമിക്കണം. ഈ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് തോന്നുന്നു വളരെ ഈ ഹെഡിങ്സ് ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മോക്ക് ടെസ്റ്റും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, എനിവേ നിങ്ങൾ എന്താണ് ഇന്റർവ്യൂസിന് ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ധാരണയോടുകൂടി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആവുമ്പോൾ ആ മൊത്തത്തില് ആ ഔട്ട് പേഷ്യന്റിന്റെ മെയിൻ ആയിട്ടുള്ള റോളാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക അല്ലെ. അവിടെ ഡിസ്ക്രിപ്ഷൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറീസ് ഹോസ്പിറ്റൽ നോർമലി കംപ്രൈസ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ദ ഓപ്പറേഷൻ ഓഫ് ദ ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിന്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെ, ക്ലറിക്കൽ ഡ്യൂട്ടീസിന്റെ ഓവറോൾ പരിപാടിയാണ് ആർക്കുള്ളത്? സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഹെഡിങ് ഓർത്ത് വെച്ചേക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് അല്ലെ അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പോയിസ് അക്കൗണ്ടബിൾ ഫോർ ആൻസറിംഗ് ഫോൺ കോൾസ് ആൻഡ് ഡയറക്റ്റിംഗ് പേഷ്യൻസ് ടു ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാഫ് മെമ്പർ അല്ലെ. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ് അക്കൗണ്ടബിൾ ആവുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ഓപ്ഷനിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഫോൺ കോളുകൾ ഡയറക്റ്റ് പേഷ്യൻസ് അല്ലെ, അവിടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആരായിരിക്കും? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആയിരിക്കും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതേമാതിരി തന്നെ അല്ലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും എങ്കിലും അത് ഓർത്ത് വെക്കുക. ഇനി മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഫിസിഷ്യന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആണോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അവൈലബിൾ ആണോ ഇത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ഇൻ കേസ് ഡാറ്റാബേസ് അല്ലെ, ഇവിടെ ഹൂ സെക്യൂർ ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ് അല്ലെ, അവിടെ ഡാറ്റാബേസ് ഒക്കെ ഓക്കെ ആണെന്ന് ആരാണ് അത് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ടു കീപ് മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്, അതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആരാണ് അത് കീപ്പ് ചെയ്യുന്നത്? ആരാണത്? മെഡിക്കൽ സെക്രട്ടറിയാണ്. ഓക്കെ, മെഡിക്കൽ സെക്രട്ടറിയാണ് അതൊക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് മെഡിക്കൽ സെക്രട്ടറിയാണ് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അവിടെ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ഹൂ എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. എക്സിക്യൂട്ടീവ് ആണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അത് ഉറപ്പുവരുത്തുന്നത് എക്സിക്യൂട്ടീവ് ആണ് അല്ലെ. അതേമാതിരി എന്താണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ നോക്കണം. അദ്ദേഹം എന്താണ് റിസപ്ഷനിസ്റ്റ് ആണോ എക്സിക്യൂട്ടീവ് ആണോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ചോദ്യം വെച്ചുകൊണ്ട്
നമുക്ക് തന്നേക്കുന്ന നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബേഴ്സ് ആരാണ് അല്ലെ? ആ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബേഴ്സിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റിസപ്ഷനിസ്റ്റ്, മെഡിക്കൽ സെക്രട്ടറി, പേഷ്യന്റ് അതേമാതിരി സെക്രട്ടറി, എക്സിക്യൂട്ടീവ്, അതേമാതിരി തന്നെ എന്താണ് ഫസ്റ്റിൽ നമ്മൾ കണ്ടു അഡ്മിനിസ്ട്രേറ്റർ അല്ലെ? അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് നോൺ ക്ലിനിക്കൽ ജോബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓപ്ഷൻ വെച്ചിട്ട് നോൺ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ അല്ലെ, ഡോക്ടേഴ്സ്, നഴ്സും അല്ലാതൊക്കെ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക പേഷ്യന്റ് ആയിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന വ്യക്തിഗതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബേഴ്സ് ആണ് ഓർത്ത് വെച്ചേക്കുക. എന്താണ് പേഷ്യന്റ് കൗൺസിലർ അല്ലെ? പേഷ്യന്റ് കൗൺസിലറിനെ നമ്മൾ പറയാം എപ്പോഴും പേഷ്യന്റ് ആയിട്ട് ഒരു 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി പേഷ്യന്റ് കൗൺസിലറിന്റെ കാര്യം വരുമ്പോൾ. അതായത് അദ്ദേഹം അഡ്വക്കസിയാണ്, അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ അല്ലെ സിമ്പതി എമ്പതിയൊക്കെ ആയിട്ട് അവരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. തന്നെ അതേമാതിരി തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ അവരെ ഡിഫറെന്റ് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അഡ്വക്കേറ്റ്, പേഷ്യന്റ് റേസ് എന്നൊക്കെ ഉള്ള പേരുകളിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെയും നമുക്കറിയാം എല്ലാത്തിലും കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട, ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. ഈ പറഞ്ഞ മാതിരി നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഏത് ജോബേഴ്സ് ആണ്, ഇതുമായി ബന്ധപ്പെട്ടതാണോ ഓർത്ത് വെച്ചിരുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മെഡിക്കൽ സെക്രട്ടറി ആണെങ്കിൽ പേഷ്യന്റ് ആയിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കൗൺസിലറിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അതായത് who monitoring a patient's progress, evaluating their needs and making adjustment to their care plan as necessary. അല്ലെ, അദ്ദേഹത്തിന്റെ എപ്പോഴും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അല്ലെ? ആ പേഷ്യന്റിന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനാണ് കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള സ്കില്ലുകൾ അല്ലെ നമ്മൾ കണ്ടുവരുന്ന വ്യത്യസ്ത സ്കില്ലുകൾ അവർക്ക് ആവശ്യമാണെന്നുള്ളത്, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷൻ സ്കില്ല്, ആ ഗെറ്റിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പോവാം. നിങ്ങൾ എന്തായാലും റിസപ്ഷനിസ്റ്റിന്റെ സ്കില്ലുകളിൽ കുറെയൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലെ? കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അഡാപ്റ്റബിലിറ്റി ഒക്കെ അതിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ടായില്ലേ? റിസപ്ഷനിസ്റ്റിന്റെ പഠിച്ചിട്ടില്ലേ ഇതൊക്കെ? ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ആ ഹെഡിങ്സുകൾ നോക്കാം പ്രത്യേകമായിട്ട് അല്ലെ? എല്ലാത്തിന്റെയും ആ ഒരു ഏതൊരു പേഷ്യന്റ് ഇതാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഹെഡിങ് നോക്കാം. അതിലെന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. എന്തായാലും പഠിച്ചു തുടങ്ങിയോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? നമ്മളെടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ എന്തായാലും നോക്കി തുടങ്ങിയിട്ടുണ്ടാവും. ട്രാൻസ്ഫോർമേഷന്റെ, മാർക്കറ്റിംഗ്, ഓഡിറ്റിംഗ്, മെഡിക്കൽ റെക്കോർഡ്, ഓവർവ്യൂ, മോണിറ്ററിംഗ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്തായാലും പരമാവധി മോക്ക് ടെസ്റ്റുകളിലൊക്കെ വന്ന കാര്യങ്ങളൊക്കെ പരമാവധി നോക്കാം. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ടൊക്കെ പോവാം. അപ്പൊ നിങ്ങൾ കോൺഫിഡൻസോടുകൂടി പോവുക. എന്ത് ചോദിച്ചാലും ഞാൻ എന്തായാലും ആ കോഴ്സിൽ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നേരിടുക. അപ്പൊ അവർ ചോദിക്കുന്നതെന്തും നമുക്ക് റെസ്പോണ്ട് ചെയ്യാനൊക്കെയായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ അല്ലെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സെലക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുങ്ങി തന്നെ എക്സാം എഴുതുക. അപ്പോ ദ ബെസ്റ്റ്. എന്തായാലും മിസ് വെയിറ്റിംഗിലാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് എന്നെ വിളിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, Miss. Thank you, ma'am. Thank you, Miss.